സരസ്വതി എഫ് എം കരുതലിന്റെ നാഥം ഹൃദയം കൊണ്ട് കേൾക്കും. സരസ്വതി എഫ് എമ്മിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 20 കൊല്ലവർഷം 1201 കർക്കിടകം 4 തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇത് ഇന്ത്യയുടെ സ്വകാര്യം, ചരിത്രം കുറിച്ച് വിക്രം 1 ഭ്രമണപഥത്തിൽ. വേസ്റ്റ് പേപ്പർ ചലഞ്ചിലൂടെ മാതൃകയായി NSS വിദ്യാർത്ഥികൾ. മണ്ണിൽ അലിയുന്ന സാനിറ്ററി നാപ്കിനുമായി HIL. ശ്രീ ചിത്രയിൽ സ്പേസ് മെഡിസിൻ കോഴ്സ്. പൊതുസ്ഥലത്തെ മരം മുറിക്കൽ മൂല്യനിർണ്ണയം ഇനി വനം വകുപ്പ് നടത്തും. വാർത്തകൾ വിശദമായി. ഇത് ഇന്ത്യയുടെ സ്വകാര്യം, ചരിത്രം കുറിച്ച് വിക്രം 1 ഭ്രമണപഥത്തിൽ. ആദ്യ സംരംഭത്തിൽ തന്നെ ഇന്ത്യയിലെ സ്വകാര്യ റോക്കറ്റ് വിക്രം 1ന്റെ വിജയക്കുറിപ്പ്. സ്കൈറൂട്ട് സ്പേസ് കമ്പനിയുടെ ആദ്യ റോക്കറ്റാണ് ഇന്നലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ചുയർന്നത്. വിക്ഷേപണ കേന്ദ്രത്തിലുണ്ടായിരുന്ന സ്കൈറൂട്ട് സ്പേസ് CEO പവൻ കുമാർ ചന്ദനയെ നിമിഷങ്ങൾക്കുള്ളിൽ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു. വേസ്റ്റ് പേപ്പർ ചലഞ്ചിലൂടെ മാതൃകയായി NSS വിദ്യാർത്ഥികൾ. സാമൂഹിക പ്രതിബദ്ധതയുടെ മികച്ച മാതൃക കാട്ടി പാറശാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ വേസ്റ്റ് പേപ്പർ ചലഞ്ചിലൂടെ സമാഹരിച്ച 3000 രൂപ ഉപയോഗിച്ച് ഇൻസുലിൻ വാങ്ങി നൽകി സരസ്വതി ആശുപത്രിയുടെ സൗജന്യ ഇൻസുലിൻ ബാങ്കിലേക്ക് വിദ്യാർത്ഥികൾ സംഭാവനയായി നൽകി. അർഹരായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഇൻസുലിൻ ലഭിക്കുന്ന ഈ പദ്ധതിക്ക് വിദ്യാർത്ഥികളുടെ സംഭാവന വലിയ പിന്തുണയാണെന്ന് ചെയർമാൻ ഡോക്ടർ SK അജയ്കുമാർ അറിയിച്ചു. ശ്രീ ചിത്രയിൽ സ്പേസ് മെഡിസിൻ കോഴ്സ്. ISROയുടെ സഹായത്തോടെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്പേസ് മെഡിസിൻ കോഴ്സ് തുടങ്ങുന്നു. ഈ മാസം തന്നെ പ്രവേശന നടപടികൾ ആരംഭിക്കും. അമേരിക്കൻ മലയാളിയായ അനിൽ മേനോന് റഷ്യയിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ വഴിയൊരുക്കിയ കോഴ്സാണിത്. ബയോ ആസ്ട്രോനോട്ടിക്സ് ഡോക്ടറൽ ഫെലോഷിപ്പ് പ്രോഗ്രാം എന്നാണ് പേര്. ISROയുടെ ഗഗൻയാൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററാണ് കോഴ്സിന് വേണ്ട സഹായം നൽകുക. എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ പ്രവേശനം നടത്തും. 2 വർഷമാണ് കാലാവധി. മണ്ണിലലിയുന്ന സാനിറ്ററി നാപ്കിനുമായി HIL. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ ഹാപ്പി ഡേയ്സ് എർത്ത് സാനിറ്ററി നാപ്കിനുമായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള HIL ലൈഫ് കെയർ ലിമിറ്റഡ്. പ്രകൃതിദത്ത വസ്തുക്കളാൽ നിർമ്മിച്ച നാപ്കിൻ 156 ദിവസത്തിനുള്ളിൽ 91% മണ്ണിൽ അലിഞ്ഞു ചേരും. നാപ്കിന്റെ ഉള്ളിലെ പ്രധാന ഭാഗം സെല്ലുലോസ് അധിഷ്ഠിത വസ്തുക്കൾ കൊണ്ടും മുകൾ പാളി സസ്യനാരുകൾ കൊണ്ടുമാണ് നിർമ്മിച്ചത്. ലീക്കേജ് തടയാൻ പ്ലാസ്റ്റിക് ഫിലിമുകൾക്ക് വേണ്ട പാക്കേജിംഗ് സാമഗ്രികളും ജൈവികമാണ്. സാധാരണ സാനിറ്ററി നാപ്കിനുകൾ മികച്ച ആഗിരണ ശേഷിയും സുരക്ഷയും നൽകുമെങ്കിലും സംസ്കരണമാണ് പ്രധാന വെല്ലുവിളി. വർഷങ്ങൾ കഴിഞ്ഞാലും ഇവ മണ്ണിൽ അവശേഷിക്കുമെന്നതിനാൽ വൻതോതിൽ പ്ലാസ്റ്റിക്, മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണത്തിനും കാരണമാകുന്നു. കൗതുക വാർത്തകൾ. പ്രേതമില്ലെന്ന് തെളിയിച്ച 52,100 രൂപ പ്രതിഫലം. പ്രേതത്തെയും പിശാചിനെയും പേടിയില്ലാത്തവർക്ക് സുവർണ അവസരം. പ്രേതമില്ലെന്ന് തെളിയിച്ചാൽ 10,000 സമ്പാദിക്കാം. ടോക്കിയോ ആസ്ഥാനമാക്കിയുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ കാച്ചിമേഡാണ് പ്രേതപ്പേടി തുരത്താനായി വ്യത്യസ്ത ആശയം അവതരിപ്പിച്ചത്. കമ്പനിയിലെ പ്രേതന്വേഷകർ പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുന്ന വീടുകളിൽ രാത്രി തങ്ങി അവിടെ അമാനുഷികമായി ഒന്നുമില്ലെന്നും താമസത്തിന് സുരക്ഷിതമാണെന്നും തെളിയിക്കുന്നവർക്ക് കമ്പനി ഒരു രാത്രിക്ക് 52,100 രൂപ പ്രതിഫലം നൽകും. കായികം. സിന്ധു ഫൈനലിൽ. ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യ താരം PV സിന്ധു ഫൈനലിൽ. സെമി ഫൈനലിൽ ചൈനയുടെ ചെൻ യുഫിയെ തോൽപ്പിച്ച ജപ്പാൻ സൂപ്പർ താരം അക്കന മഗുച്ചി ആണ് ഫൈനലിലെ എതിരാളി. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യ മുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്നത് ഓപ്പറേഷൻ ചെയ്ത രോഗികൾക്കുണ്ടാകുന്ന ഒരു തീരെ അപൂർവമല്ലാത്ത കോംപ്ലിക്കേഷനെ കുറിച്ചാണ്. പൾമണറി എംബോളിസം, അതായത് ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിൽ രക്തക്കട്ട ചെന്ന് ശ്വസന പ്രക്രിയ ഗുരുതരമായി തകരാറിലാക്കുന്ന മരണത്തിന് കാരണമാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ് പൾമണറി എംബോളിസം. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ആ പൾമണറി എംബോളിസം നടക്കുമ്പോൾ ഈ രക്തക്കട്ട രക്തക്കുഴലിലൂടെ അശുദ്ധ രക്തവാഹിനി കുഴലിലൂടെ ശ്വാസകോശത്തിലെത്തുകയാണ്. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നല്ലേ? അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗി ബെഡിൽ അനങ്ങാതെ കിടക്കുകയോ ആവശ്യത്തിന് മൊബിലൈസേഷൻ ഇല്ലാതിരിക്കുകയോ ചെയ്താൽ കാൽവണ്ണയിൽ അശുദ്ധ രക്തക്കുഴലുകൾ അഥവാ സിരകൾ അഥവാ വെയിൻസിൽ രക്തം കെട്ടി നിന്ന് രക്തം കട്ട പിടിക്കുകയും ചെയ്യും. ഇതിനെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ചിലപ്പോൾ രോഗിക്ക് ഒരു ലക്ഷണവും കാണിക്കുകയില്ല. ചിലർക്ക് കാൽവണ്ണയിൽ വേദനയായി വരാം. ഈ രോഗി ഇത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ DVT കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ബാത്റൂമിൽ ചെന്ന് സ്ട്രെയിൻ ചെയ്യുമ്പോഴോ എണീറ്റ് നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുകയും ആൾ മരണപ്പെടുകയും ചെയ്യും.
ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇത് തടയാൻ കഴിയുന്ന ഒരു അസുഖമാണ്. ജീവന് ഭീഷണിയാകുന്ന ഈ കോംപ്ലിക്കേഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് രോഗികൾക്ക് കൃത്യമായി കാലിൻ്റെ എക്സസൈസ് നൽകുക, എത്രയും വേഗം ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗിയെ നടത്തിക്കുക, കിടക്കുമ്പോൾ കാലുകൾ ചലിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഇത് തടയാൻ പറ്റും. പിന്നെ കൂടാതെ ചില പ്രത്യേക സർജറികൾ, നമ്മുടെ ഇടുപ്പ് ഭാഗത്തു ചെയ്യുന്ന സർജറികൾ, ക്യാൻസർ സർജറികൾ, അമിതവണ്ണത്തിൻ്റെ ശസ്ത്രക്രിയ തുടങ്ങിയവയിൽ നമ്മൾ ഹെപ്പാരിൻ, ലോ മോളിക്കുലർ വെയ്റ്റ് ഹെപ്പാരിൻ തുടങ്ങിയ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന മരുന്നുകൾ പ്രൊഫൈലാക്സിസ് പ്രിവെന്റീവായിട്ട് കൊടുക്കാറുണ്ട്. ഓർക്കുക, പണ്ട് കാലത്ത് ചെയ്തിരുന്നത് പോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗി നിശ്ചലമായി കിടക്കാൻ പാടില്ല. എത്രയും വേഗം മൊബിലൈസ് ചെയ്യണം, കാലുകൾ എക്സസൈസ് ചെയ്യണം, ആവശ്യമെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ഉപയോഗിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ DVT എന്ന ഡീപ് വെയിൻ ത്രോംബോസിസ് തടയാനും അത് കാരണം ജീവന് ഭീഷണിയാകുന്ന പൾമണറി എംബോളിസം ഒഴിവാക്കാനും പറ്റും. ഓർക്കുക, ഓപ്പറേഷൻ്റെ ഈ കോംപ്ലിക്കേഷൻ അത്ര അപൂർവമല്ല. അതിനെക്കുറിച്ച് കരുതിയിരിക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗി എത്രയും വേഗം ചലനാത്മകത കൈവരിക്കുക. നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം: ENT ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ 9 മുതൽ 12 വരെ. പൾമണോളജി ഡോക്ടർ സന്ദീപ് വൈകിട്ട് 3 മുതൽ 6 വരെ. നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 3:30 വരെ. സൈക്കാട്രി ഡോക്ടർ അശ്വതി ബാലൻ രാവിലെ 10 മുതൽ 12 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 047122018898 അല്ലെങ്കിൽ 0471220258. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: രക്തക്കുഴലിനുള്ളിൽ വയ്ക്കുന്ന കുട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിൽ